എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ ജൂൺ മാസം നടക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ രാവിലെയാണ് നടക്കുന്നത്. രാവിലെ 7:30 തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എക്സാം സെന്ററിൽ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ ജൂൺ 6-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ 6-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ 1 മണിക്ക് തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ അതത് എക്സാം സെന്റേഴ്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് ഓർഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് എങ്കിൽ ആ ഒരു മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഓർഡേഴ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പേജിലാണ് ഓർഡേഴ്സ് സാധാരണഗതിയിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ അതത് സെന്റേഴ്സിലെ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന അതായത് എക്സാം സെന്റേഴ്സിലെ ഇൻസ്ട്രക്ടേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതായത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതായത് എങ്ങനെ ഈ ഒരു ഓരോ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യണം എന്നിങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റർമാരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പൂരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റക്കോ മറ്റോ പ്രോബ്ലംസോ ഉണ്ടാവുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻവിജിലേറ്റർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് പോയിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റോ മറ്റോ മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനായിട്ടുണ്ടെങ്കിലോ ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് ഓർഡേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പേജിലാണ് വരിക. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട ആ ഒരു ഹാളിൽ നിന്നും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലുള്ള ആ ഒരു ഇൻവിജിലേറ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ, അതായത് എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും. അപ്പോൾ അതൊക്കെ ആ ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം വല്ല സ്റ്റക്ക് ആവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട്, അതായത് ആ ഒരു എക്സാമിനേഷൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആ ഒരു ഹാളിൽ നിന്ന്, അതായത് ആ ഒരു സെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് ഈ ഒരു കീം എക്സാമിനേഷൻ പാസ്സാവുന്നതിനായിട്ട്, അതായത് എലിജിബിൾ ആവുന്നതിനായിട്ട് നിശ്ചിത മാർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എലിജിബിൾ ആവുന്നതിനായിട്ട് നിശ്ചിതമായിട്ടുള്ള മാർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് ഒരു ക്വസ്റ്റ്യന് 5 ആൻസേഴ്സ്, അതായത് 5 ചോയ്സ് ചെയ്യാനുള്ള ആൻസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന് 5 ഓപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ABCDE എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു രീതിയിൽ, അതായത് ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഏതാണ് തോന്നുന്നത് അത് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് പോയിട്ട് സെലക്റ്റഡ് ആവും. ആ ഒരു ആൻസറാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സെലക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി, നിങ്ങളിപ്പോൾ B എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തു, അപ്പോൾ അത് കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നി, അപ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഏതാണോ കറക്റ്റ് ആൻസർ അത് പോയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് എന്തായാലും ആ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയി പോകുന്നതായിരിക്കും, അത് ഡീസെലക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പുതിയ സെലക്ഷനിലേക്ക് ആ ഒരു സെലക്ഷൻ പോകുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ B എന്ന ഓപ്ഷൻ ആദ്യം സെലക്ട് ചെയ്തു, പിന്നീട് D ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ ഒരു D എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ, അതായത് ആദ്യം സെലക്ട് ചെയ്ത B എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡീസെലക്റ്റ് ആവും. അതായത് അവിടുത്തെ സെലക്ഷൻ മാറി ഇപ്പോഴത്തെ ആ ഒരു Dയിലേക്ക് സെലക്ട് ചെയ്തതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ആ ഒരു ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്ത ആൻസർ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതിലേക്ക് ആ ഒരു
അതായത് ആ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അതായത് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷയാണെങ്കിൽ ബബിളിംഗ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതായത് 5 ചോയ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചോയ്സിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണോ എന്ന് തോന്നുന്നത് അതാണ് ജസ്റ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ബബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ആ ഒരു മുൻ വർഷങ്ങളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഒരു തവണ ആ ഒരു ആൻസർ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് അതായത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാറ്റാനോ സാധിക്കുമായിരുന്നില്ല. അതായത് പിന്നീട് അടുത്ത സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് മാർക്ക് വരുമായിരുന്നു. അപ്പോൾ നിലവിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ആൻസർ സെലക്ട് ചെയ്ത ശേഷം അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റി മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് ബി ആണ് കറക്റ്റ് എന്ന് തോന്നി അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഏതാണോ അതിൽ കറക്റ്റ്, ഉദാഹരണത്തിന് ഡി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന സെലക്ഷൻ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ ആ ഒരു ആൻസറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു തെറ്റ് ഉത്തരമാണ് നൽകിയത് എന്ന് തോന്നുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതരുത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് എഡിറ്റ് അല്ല, മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സെലക്ട് ചെയ്ത ഓപ്ഷൻ ഡീസെലക്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓരോ ആൻസറും കറക്റ്റ് ആൻസർ തന്നെ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവസാനം നിങ്ങൾ ഏതൊക്കെ ആൻസർ ചെയ്തിട്ടില്ല എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് എക്സാമിനേഷൻ നടക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കാണ് ഓരോ കറക്റ്റ് ആൻസറിനും ലഭിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ ആ ഒരു തെറ്റുത്തരത്തിൽ നിന്നും 1 മാർക്ക് നിങ്ങൾക്ക് കുറക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു തെറ്റുത്തരത്തിന് നിങ്ങൾക്ക് -1 മാർക്കാണ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആകെ ലഭിക്കുന്ന മാർക്കിൽ നിന്നുമാണ് ഈ ഒരു നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയ ഉത്തരത്തിൻ്റെ ആ ഒരു എണ്ണം അനുസരിച്ച് ആ ഒരു എണ്ണത്തിനനുസരിച്ച് -1 മാർക്ക് അതിനോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ അതായത് ഈ ഒരു 150 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ 150 ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു അതായത് ഈ ഒരു 140 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി എന്ന് കരുതുക. അപ്പോൾ 140 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്ക് വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റുത്തരമാണ് നൽകിയതെങ്കിൽ ആ ഒരു 10 ക്വസ്റ്റ്യന് 10 മാർക്ക് വെച്ചിട്ട് അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 10 മാർക്ക് ആ ഒരു ടോട്ടൽ ലഭിച്ച മാർക്കിൽ നിന്ന് കുറക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. അതായത് കറക്റ്റ് ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 മാർക്ക് ടോട്ടൽ മാർക്കിൽ നിന്ന് കുറക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതായത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ അതിൽ കെമിസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയാണെങ്കിൽ കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ അതായത് ഈ ഒരു കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ് എന്നിവയാണുള്ളത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായത് മിനിമം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും എക്സാമിനേഷനിൽ നിന്ന്. അതേസമയം നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലമില്ല, നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഫാർമസി പരീക്ഷയാണെങ്കിൽ അതിൽ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സ് എന്നിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കെമിസ്ട്രിയും ഫിസിക്സും വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് മിനിമം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ ഡിസ്ക്വാളിഫൈ ആവും. അതായത് നിങ്ങൾക്ക് ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾ മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ ക്വാളിഫൈ ആവുക. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണയിൽ ഈ ഒരു പരീക്ഷ ഡിസ്ക്വാളിഫൈ ആവാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഒരു വിദ്യാർത്ഥിയെങ്കിലും മിനിമം നിങ്ങൾ ഒരു 10 ആൻസറെങ്കിലും അതും ഫസ്റ്റ് 10 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം എക്സാമിനേഷന് പോകുന്ന ഒരു വിദ്യാർത്ഥിയും ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമാണ് ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് അതായത് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് നിബന്ധനയുണ്ടോ എന്നുള്ളത്. അപ്പോൾ മുൻ വീഡിയോകളിൽ നിങ്ങളോട് ജയിക്കാനായിട്ട് 10 മാർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട് അത് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ നിങ്ങൾ 54ാമത്തെ പേജിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട്
എത്ര മാർക്ക് വേണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സിംഗിൾ റെസ്പോൺസിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ആൻസർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള അവസരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തത് അതിൻ്റെ സെലക്ഷൻ പോവുകയും പിന്നീട് ആ ഒരു പുതുതായിട്ട് സെലക്ട് ചെയ്തതിലേക്ക് പോവുകയും ചെയ്യുന്നതായിരിക്കും. ആ ഒരു സെലക്ഷൻ പോകുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് എക്സാമിനേഷൻ്റെ ആ ഒരു രീതി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റി കറക്റ്റായിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഫൈനൽ സബ്മിറ്റ് മുമ്പിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു മാത്തമാറ്റിക്സിന് 75 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഫിസിക്സിന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻ. ടോട്ടൽ 3 മണിക്കൂറാണ് ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. ഓരോ ശരിയുത്തരത്തിലും 4 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 600ലാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവ ടോട്ടൽ 600 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പരീക്ഷ ഒരുമിച്ചിട്ടാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഈ ഒരു രീതിയിൽ പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മുൻപ് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോയ്ക്ക് താഴെ പല വിദ്യാർത്ഥികളും ആ ഒരു കമൻറ്റ് അതായത് സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞു കൊണ്ടില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ B.Pharm പരീക്ഷ മാത്രം, അത് ഫാർമസി പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിസിക്സിൻ്റെ 45 മാർക്കിലെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ 30 മാർക്കിലെ ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. ടോട്ടൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യനാണ് ഈ ഒരു ഫാർമസി പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്കാണെങ്കിൽ 150 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതുപോലെ 3 മണിക്കൂറാണ് ഉണ്ടാവുക. ഈ ഒരു ഫാർമസി പരീക്ഷ ആണെങ്കിൽ നിങ്ങൾക്ക് 90 മിനിറ്റാണ് പരീക്ഷ ഉണ്ടാവുക. അതായത് ഏകദേശം 1.5 മണിക്കൂറാണ് ഒരു പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മിനിമം മാർക്ക് എത്ര വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. ജയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതിന് മാർക്കൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ആൻസറെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ റെസ്പോൺസ് ഒന്നും ചെയ്തിട്ടില്ല, അതായത് ഈ ഒരു 150 ക്വസ്റ്റ്യൻ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ അല്ലെങ്കിൽ ഫാർമസിയിലാണെങ്കിൽ ഈ ഒരു 75 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആരും പ്രത്യേകിച്ച് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഏതൊരു വിദ്യാർത്ഥി മിനിമം നിങ്ങൾ ജസ്റ്റ് ഒരു 10 ആൻസറെങ്കിലും ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ആ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി ഡിസ്ക്വാളിഫൈ ആവില്ല. അതേസമയം ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമേ ഡിസ്ക്വാളിഫൈ ആവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ മാർക്ക് കിട്ടുന്നുവോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യതയും കൂടുന്നത്. അതുപോലെ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കുറയുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്മിഷൻ സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. അതുപോലെ പരമാവധി നെഗറ്റീവ് മാർക്ക് വരുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കപ്പെടുന്നത് നിങ്ങളുടെ മാർക്ക് നോർമലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നോർമലൈസ് ചെയ്യുന്നത് വളരെയധികം, അതായത് പ്രത്യേക ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മാർക്കിനെ നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഫോർമുലയാണിത്. അതായത് എങ്ങനെയാണ് മാർക്കിനെ നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു ഫോർമുലയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ മാർക്കിനൊക്കെ അതായത് ഈ ഒരു ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റാങ്ക് പട്ടിക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു കീമിന് ലഭിച്ച മാർക്കും അതുപോലെ തന്നെ +2 ലഭിച്ച മാർക്കും 50-50 അനുപാതത്തിൽ എടുത്തുകൊണ്ടാണ്, നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മാർക്ക് എടുക്കുന്നത്. അതായത് ഈ ഒരു കീമിൻ്റെ എക്സാമിനേഷൻ എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് അത് ടോട്ടൽ 175 ക്വസ്റ്റ്യൻ ആണ്. അതായത് മാത്സിന് 75, അതുപോലെ തന്നെ ഫിസിക്സിന് 45, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 150 ക്വസ്റ്റ്യനിന് നിങ്ങൾക്ക് ഏകദേശം 600 മാർക്കിലാണ് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ 600 മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഒരു പ്രത്യേക ഫോർമുല വെച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു 300 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥിക്ക്, അതായത് നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ അതായത് നിങ്ങളുടെ പേര് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഈ ഒരു 300 നോർമലൈസ് ചെയ്തതിൽ നിന്ന് 10 മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. അതായത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 600ലാണ് ഈ ഒരു ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് വരുന്നത്. ടോട്ടൽ 600ലാണ് വരിക. അപ്പോൾ ഈ ഒരു 600 മാർക്കിനെ നോർമലൈസ് ചെയ്ത് 300ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 300ൽ നിങ്ങൾക്ക് മിനിമം ഈ ഒരു 10 മാർക്കെങ്കിലും മിനിമം കിട്ടിയിരിക്കണം. അതായത് 10 മാർക്ക് നിങ്ങൾക്ക് മിനിമം നോർമലൈസ് ചെയ്ത് ഈ ഒരു 300ൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പേര് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരിക.
അതുപോലെ തന്നെ ബിഫാം കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാർമസി പരീക്ഷ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ ആ ഒരു മാർക്കാണ് എടുക്കുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാവും. എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യ സെഷനായിട്ടുള്ള അതായത് ക്വസ്റ്റ്യൻസിലെ സെഷനായിട്ടുള്ള ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കാണ് ബിഫാം, അത് ഫാർമസി കോഴ്സിലേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഒരുമിച്ചാണ് അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഇത്തവണ ഒരുമിച്ചാണ്, അതായത് 3 മണിക്കൂറുള്ള പരീക്ഷയാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കുകൾ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഫിസിക്സിന്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ട്, കെമിസ്ട്രി സെഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് സെപ്പറേറ്റ് ആയിട്ട്, മാത്സിന് ലഭിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് എന്നിങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി എന്നിവയ്ക്ക് ഈ ഒരു ടോട്ടൽ മാർക്കിനെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു കെമിസ്ട്രിക്ക് ലഭിക്കുന്ന മാർക്കിനെയും അതുപോലെ തന്നെ ഫിസിക്സിന് ലഭിക്കുന്ന മാർക്കിനെയും പ്രത്യേക അനുപാതത്തിൽ മൾട്ടിപ്പിൾ ചെയ്യുകയും അപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ ചെയ്തിട്ട് ലഭിക്കുന്ന ആ ഒരു മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 300ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 300ൽ നിങ്ങൾക്ക് മിനിമം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 മാർക്ക് ആ ഒരു 300ൽ നോർമലൈസ് ചെയ്യുന്ന സമയത്ത് 300ൽ നിങ്ങൾക്ക് മിനിമം 10 മാർക്ക് ഇൻഡെക്സ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളോട് +2ന്റെ മാർക്ക്, അതായത് എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് +2ന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി നിലവിൽ +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിലേക്ക് വരുന്നതാണ്. പിന്നീട് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷമാണ്, അതായത് ഈ ഒരു കീമിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷ ജയിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഇത്ര മാർക്ക് വേണം എന്നില്ല. നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും, അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മതി, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതിയാൽ മതി. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 4 മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും, 4 അല്ല 5 മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആൻസർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് വീണ്ടും ചേഞ്ച് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും പുതിയത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സെലക്ട് ചെയ്ത ഓപ്ഷൻ ഡീസെലക്ട് ആവും, അതായത് അത് സെലക്ഷൻ അതിനെ പോയിട്ട് പുതിയ ആ ഒരു സെലക്ട് ചെയ്ത ഓപ്ഷനിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു ആൻസർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ആൻസറിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 മാർക്ക് കുറക്കുകയുമാണ് ചെയ്യുക. അതുപോലെ തന്നെ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റിന് പ്രത്യേകിച്ച് മാർക്കൊന്നും പോവുകയില്ല, അത് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ക്വാളിഫൈ ആവുക. സാധാരണഗതിയിൽ ഈ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യാതെ പോകാറില്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ, അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത പ്രത്യേകിച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പരീക്ഷ എഴുതുക. അതുപോലെ നിങ്ങൾക്ക് തെറ്റുത്തരമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ ഒരു പരീക്ഷ ജസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ക്വാളിഫൈ ആവുന്നതായിരിക്കും. എന്നാൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ടോട്ടൽ, അതായത് നോർമലൈസ് ചെയ്ത്, അതായത് 600ലെ ടോട്ടൽ മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയും അപ്പോൾ ആ ഒരു 300 നിങ്ങൾക്ക് മിനിമം ആ ഒരു 300 ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് മിനിമം കിട്ടിയാൽ മാത്രമാണ് നിങ്ങളെ റാങ്ക് പട്ടികയിൽ തയ്യാറാക്കുന്നതിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് ഫാർമസി കോഴ്സ്, അതായത് ബിഫാം കോഴ്സിലേക്ക് നിങ്ങളെ ആ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ 300ലേക്ക് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത മാർക്കിനെ, അതായത് 75 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. അതായത് 75 മാർക്കല്ല, 75 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ 75 ക്വസ്റ്റ്യനിൽ ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് ഈ ഒരു 4 മാർക്കാണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ ലഭിക്കുന്ന മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യും. പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് 300ലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു 300ൽ നിങ്ങൾക്ക് മിനിമം 10 മാർക്ക് നിങ്ങൾക്ക് ആ ഒരു നോർമലൈസ് ചെയ്ത ആ ഒരു 300ൽ നിന്നും 10 മാർക്ക് മിനിമം നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ ആയിരുന്നാലും ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തുക. കാരണം ഈ ഒരു രീതിയിൽ ഫോർമുല ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ പക്ഷേ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ആ ഒരു എക്സാമിനേഷനും, അതായത് എല്ലാ മാത്സ് ആയാലും ഫിസിക്സ് ആയാലും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ആയാലും ഒരുമിച്ചിട്ട് തന്നെയാണ് ആ ഒരു ആൻസറൊക്കെ ചെയ്യുന്നത്, അതായത് ഒരു പരീക്ഷയിൽ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ CBSE, ICSE, അതുപോലെ തന്നെ CISE, അതുപോലെ തന്നെ HSC എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങളുടെ മാർക്കിനെ പ്രത്യേക ഫോർമുലയിൽ, അതായത് അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ എങ്ങനെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഈ ഒരു 59ാമത്തെ പേജിൽ, അതായത് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ആവശ്യമെങ്കിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു, അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ ഒരു പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലോ എന്നുള്ള കാര്യം സൂചിപ്പിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ജയിക്കാനായിട്ട് 10 മാർക്കിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നുള്ള
കാര്യം ഒരു വിദ്യാർത്ഥി സൂചിപ്പിച്ചത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് പേപ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചില്ല. നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യനും ഒരുമിച്ചിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട്, അതായത് എഴുതേണ്ടതായിട്ട് വരിക. പക്ഷേങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പോൾ അത് മാത്രമാണുള്ളത്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്ക് നിങ്ങൾ നേടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് ആവശ്യമില്ല. എങ്കിലും വിദ്യാർത്ഥികൾ നോർമലൈസ് ചെയ്ത മാർക്കിൽ നിന്നും ഈ ഒരു ബിഫാം കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ നോർമലൈസ് ചെയ്ത 300-ൽ നിങ്ങൾക്ക് 10 മാർക്ക് മിനിമം നേടിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ പേപ്പറിൽ നിങ്ങൾ നോർമലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആകെ ലഭിക്കുന്ന 600-ൽ ലഭിക്കുന്ന മാർക്കിനെ 300-ലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ ഒരു 300 നിങ്ങൾ മിനിമം 10 മാർക്ക് നേടുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് കുറഞ്ഞ മാർക്ക് നേടി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൽ നല്ലത് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതാണ്. കാരണം കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് നല്ല കോളേജുകളിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ സെലക്ട് ചെയ്ത ശേഷം അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.